നമസ്കാരം, ഞാൻ ഗോവിന്ദ്. നമ്മൾ ഫോട്ടോഷോപ്പിന്റെ ഒരു പുതിയ ക്ലാസ് ആണ് ഇന്ന് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഫോട്ടോഷോപ്പിന്റെ ക്ലാസ്സുകൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിനകത്ത് എങ്ങനെ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഫോട്ടോഷോപ്പിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ ദിവസം വരമൊഴി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ പരിചയപ്പെട്ടായിരുന്നു, വരമൊഴി എഡിറ്റർ. വരമൊഴി ഉപയോഗിച്ചാണ് നമ്മൾ ഫോട്ടോഷോപ്പിനകത്ത് മലയാളം ടൈപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് വരമൊഴി ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ഞാൻ ഇവിടെ മലയാളം ടൈപ്പ് ചെയ്തു. ജസ്റ്റ് അവിടെ നിന്ന് കോപ്പി എടുക്കുക. ടൈപ്പ് ചെയ്ത ആ ഒരു മലയാളം ടെക്സ്റ്റ് ഇവിടെ നിന്ന് എഡിറ്റിലേക്ക് പോയിട്ട് കോപ്പി എടുക്കുക. ഫോട്ടോഷോപ്പിനകത്തേക്ക് വരിക. ഇവിടെ ടെക്സ്റ്റ് ടൂൾ എടുക്കുക. ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് നമ്മൾ കളർ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക. കൺട്രോൾ V കൊടുത്ത് പേസ്റ്റ് ആവും. നമുക്കത് സ്റ്റിക്ക് ചെയ്യാം. ഇതിന്റെ സൈസ് കുറച്ച് വലുതാക്കി കൊടുക്കാം. കൺട്രോൾ T കൊടുത്ത് ട്രാൻസ്ഫോം എടുത്തിട്ട് ഒന്ന് ഷിഫ്റ്റ് പിടിച്ചുകൊണ്ട് ഒന്ന് വലുതാക്കിയാൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും വരിക. ഇത് നമുക്ക് മലയാളത്തിലേക്ക് മാറ്റണം. ഇവിടെ ഇപ്പോൾ ഫോണ്ട് കിടക്കുന്നത് ഒരു ഇംഗ്ലീഷ് ഫോണ്ടാണ് കിടക്കുന്നത്. നമുക്കത് മലയാളം ഫോണ്ടിലേക്ക് മാറ്റണം. ജസ്റ്റ് ആ ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഫോണ്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ നമുക്ക് ഫോണ്ട് മാറ്റി കൊടുത്താൽ മതി. നമുക്ക് മലയാളം ഫോണ്ട് വേറെ ഉണ്ട്, കാണുക. നമ്മൾ ഏതെങ്കിലും മലയാളം ഫോണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് മലയാളം ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കാം, മലയാളം ഫോണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കണം. മലയാളം ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്താൽ ഇൻസ്റ്റാൾ ആവും. ഇപ്പോൾ ഇവിടെ ഫോണ്ടിൽ ഇവിടെ മലയാളം ഫോണ്ട് ഒന്ന് കിടക്കും. ജസ്റ്റ് ആ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ വരമൊഴി എഡിറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതിനകത്ത് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവാൻ സാധ്യത തോന്നുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറയാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.